അധ്യക്ഷൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അവറാൻകുട്ടിക്ക, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട രാധേട്ടൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അസീസ്, PKM ഷഫീഖ്, വി ഹുസൈൻകുട്ടി മാസ്റ്റർ, KKM ഷെരീഫ്, പ്രിയപ്പെട്ട അലി സാഹിബ്, ഹമീദ് സാഹിബ്, PT മുഹമ്മദ് കുട്ടി, PS ഹമീദ് സാഹിബ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K റഷീദ്, TP കേശവേട്ടൻ, ബാലഗോപാലൻ, ജമീല ടീച്ചർ, പ്രിയപ്പെട്ട ഐദർ മാസ്റ്റർ, ബഷീർ ഉൾപ്പെടെ മുസ്ലിം ലീഗിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിലുപരി നമ്മളാരും ഇതുവരെ കേൾക്കാത്ത വിധമുള്ള പ്രകോപനപരവും വിദ്വേഷപരവുമായ പ്രസ്താവനകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ കുറേ കാലമായി ഇവിടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമുക്ക് മുൻപും കുറേ ആളുകൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ജീവിക്കുന്ന ഓരോ കാലത്തും നമുക്കിടയിലെ മൈത്രിയും സ്നേഹവും സാഹോദര്യവും നിലനിർത്തുവാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള അതിർവരമ്പുകൾ ഉണ്ടാക്കുവാൻ ഇവിടെ ആരും ശ്രമിക്കാറില്ല, ശ്രമിച്ചിട്ടില്ല, വിജയിച്ചിട്ടുമില്ല. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കേട്ടതാണ്, ഇപ്പോഴും പലരും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. CPM പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുന്നത് തെറ്റാണെന്ന് ഒരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. CPM നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പൊതുയോഗം തിരുവേഗപ്പുറയിലുണ്ടായിരുന്നു. ആ പൊതുയോഗത്തിൽ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടെ ഏറ്റവും മോശമായ രീതിയിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തും ഹദീസും ഒക്കെ ഓതിക്കൊണ്ട് വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുള്ളിടത്തോളം അതൊക്കെ പറയാം. ഞങ്ങൾ അതിനെയും പ്രതികരിച്ചിട്ടില്ല. ആ വിഷയത്തിലും ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ രാഷ്ട്രീയമായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കുന്നതിനോട് ഒരു തരത്തിലുമുള്ള അസഹിഷ്ണുത ഞങ്ങൾക്കില്ല. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ പരസ്പരം വിമർശിക്കാം, സംവദിക്കാം, ആശയങ്ങൾ കൈമാറാം, അതിൽ തെറ്റില്ല. എന്നാൽ ഒരു നാടിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെയും തത്വങ്ങളെയും നിരാകരിക്കും വിധത്തിൽ ഒരു നാടിൻ്റെ സമാധാനാന്തരീക്ഷത്തെയും മനസ്സുകൾക്കിടയിലുള്ള സഹിഷ്ണുതയെയും ഇല്ലായ്മ ചെയ്യും വിധത്തിലുള്ള വർത്തമാനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പൗരന്റെ കൂടി കടമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ലീഗിനെ വിമർശിക്കുന്നതിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വിമർശിക്കാം, ലീഗിന്റെ രാഷ്ട്രീയത്തെ വിമർശിക്കാം, ലീഗിന്റെ ആശയത്തെ വിമർശിക്കാം. പക്ഷെ അതിന്റെ പേരിൽ മതവിശ്വാസത്തെ, ഏത് വിശ്വാസമാകട്ടെ, മതവിശ്വാസത്തെയും ആ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളെയും ആ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നവരായി പോയി ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിനെയും മോശമാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഇന്ന് പത്രത്തിൽ വന്ന ഒരു ചിത്രത്തില് ഇവിടെ CPM-ന്റെ പരിപാടി പ്രസംഗിച്ച ആളുടെ ഒരു സ്ഥാനം, ഡെസിഗ്നേഷൻ കൊടുത്തിരുന്നു. അത് വിജ്ഞാന കേരളത്തിന്റെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസർ എന്നാണ്. സത്യത്തിൽ അയാളുടെ പ്രസംഗം കേട്ടാൽ അയാൾ വിഡ്ഢി കേരളത്തിന്റെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസർ ആണ്. ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മാറാപ്പ് ബാണ്ഡം ഇങ്ങനെ പുറത്തു തൂക്കി, എവിടെയാണ് തൂക്കിയിട്ട് എവിടെയാണ് ഞങ്ങൾക്ക് അഭയം കിട്ടുക, എനിക്കൊരു സീറ്റ് കിട്ടുക, എൻ്റെ ഭാവി ശോഭനമാവുക എന്ന് വിചാരിച്ചു നടക്കുന്ന പലരും കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം നാട്ടിലെ ജനങ്ങളെ സേവിക്കുകയല്ല, അവരുടെ ലക്ഷ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമല്ല. ഒരുപക്ഷെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ UDF-ന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ച സരിൻ. ഞാൻ അയാളുടെ പേര് പറയാനല്ല ഇതൊക്കെ പറയുന്നത്, പക്ഷേ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ്. അയാൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെ UDF-ന്റെ കൂടെയുണ്ട്. അന്ന് പാണക്കാട് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കുമ്പോൾ അയാൾ പാണക്കാട് കൊടപ്പനക്കൽ ഭവനത്തിൽ പോയിട്ടുണ്ട്. അന്ന് ജീവിച്ചിരിപ്പുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അരികിൽ പോയി അനുഗ്രഹം വാങ്ങി എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഒരു നല്ല കക്ഷിയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് RSSന് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്നാണ്. ഞങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, ഇന്നലെ സരീൻ ഇവിടെ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധം, വിശ്വാസവിരുദ്ധമായ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയെ അവമതിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങളോട് അത് CPMന്റെ നിലപാടാണോ എന്ന് CPM നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ലീഗിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് RSSന് വോട്ട് ചെയ്യുകയാണ് എന്നാണെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന് MP ഉണ്ട്. ആ മുസ്ലിം ലീഗിന്റെ MP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ചതാണ്. അവിടെ തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിൽ CPM ഉണ്ട്. ആ മുസ്ലിം ലീഗിന്റെ നവാസ് ഖനിക്ക് വോട്ട് ചെയ്തതിൽ ഇടതുപക്ഷമുണ്ട്. എങ്കിൽ സരിൻ പോലെയുള്ള CPMകാര് പറയട്ടെ, തമിഴ്നാട്ടിൽ CPMകാര് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തത് RSS ആണെന്ന് കരുതിയാണെങ്കിൽ നിങ്ങൾ അതിവിടെ പറയണം. കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ലീഗിന്റെ കൊടി പാപമല്ല. ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല. മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓഫീസ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ചടങ്ങിലേക്ക് CPMന്റെ MP-മാര് വരുന്നത് അവരുടെ കൊടി കെട്ടിയ കാറിലാണെങ്കിൽ, ലീഗ് ഓഫീസിൽ വരാൻ അവർക്ക് മടിയില്ലെങ്കിൽ, ലീഗുകാരോട് സംസാരിക്കാൻ അവർക്ക് മടിയില്ലെങ്കിൽ, ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് മടിയില്ലെങ്കിൽ, പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ലീഗ് വർഗീയമാകുന്നത്? സരിൻ ഇന്നലെ ചെന്നതാണ് CPMലേക്ക്, നാളെ പോകാനുള്ളതാണ് BJPയിലേക്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സരിൻ ഇന്നലെ പോയിട്ടേ ഉള്ളൂ CPMലേക്ക്. നാളെ ഇനി BJPയിലേക്ക് പോകേണ്ട ആളാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എഴുതി വെച്ചോളൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സരിൻ അങ്ങ് BJPയിലേക്ക് പോകും. കാര്യം പാലക്കാട് ആദ്യം സീറ്റ് ചോദിച്ചതാണ്. കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം പിന്നീട് പോയത് CPMലേക്കല്ല, BJPയിലേക്കാണ്. BJPയും സീറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ആരെയും ഇങ്ങനെ കട തുറന്നിരിക്കുകയാണ് ഒരു പാർട്ടി. എനിക്ക് CPMകാരെ അടച്ചാക്ഷേപിക്കാൻ ഒരു താല്പര്യവുമില്ല. ഇപ്പൊ ഇന്നലെ ഇവിടെ നടത്തിയ പ്രസ്താവനയോട് യോജിക്കാത്ത എത്രയോ CPMന്റെ അനുയായികൾ ഈ പഞ്ചായത്തിലുണ്ട്, ആ പരിപാടിയിലുണ്ട്. ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് സീറ്റും പഞ്ചായത്ത് സീറ്റും ഒക്കെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇടതും വലതും നിന്ന് കൈയടിച്ച സഖാക്കൾ ഒഴികെയുള്ളവരെല്ലാം ഇന്നലെ സരിൻ നടത്തിയ പ്രസ്താവനയോട് താല്പര്യമില്ലാത്ത ആളുകളാണ്. CPMകാരെല്ലാം ആ പ്രസ്താവനയെ ന്യായീകരിക്കുന്നവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് നാളെ ഇനി BJPയിലേക്ക് കൂടി പോകുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് ഇന്നലെ ഇവിടെ വന്ന് സംസാരിച്ച സരിൻ. ആ സരിൻ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJPയിലേക്ക് പോകും. CPM തൽക്കാലം ഒരു സീറ്റ് കൊടുത്തപ്പോ അവിടെ നിന്നു എന്ന് മാത്രം, എന്നിട്ട് പച്ചക്ക് വർഗീയത പറയുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നലെ ആ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ അറിയാം അതൊരു തെറ്റായ കാര്യമായതുകൊണ്ടാണല്ലോ കേരളത്തിലെ എല്ലാ ചാനലുകളും അതൊരു വാർത്തയാക്കിയത്. സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തില് വളരെ ചെറിയ ഒരു സ്ഥാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ലാത്ത, എന്നാൽ തൻ്റെ ഒരു എഡ്യൂക്കേഷൻ പ്രൊഫൈൽ കൊണ്ട് അറിയപ്പെടുന്ന, കോൺഗ്രസിൽ നിന്ന് പോയത് കൊണ്ട് CPMകാരിൽ പലർക്കും സ്വീകാര്യനായ ഒരാൾ എന്ന മെറിറ്റ് അല്ലാതെ മറ്റൊരു മെറിറ്റും അവകാശപ്പെടാനില്ലാത്ത സരിനെ അയാൾ നടത്തിയ പ്രസ്താവനയുടെ ആഴവും പരപ്പും എത്ര ഭീകരമാണ്, അത് എത്ര ദുര്യവ്യാപകമായ ഫലമുണ്ടാക്കുന്ന കാര്യമാണെന്ന് നമ്മളൊന്ന് ഗൗരവമായിട്ട് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ തിരുവേഗപ്പുറ പഞ്ചായത്ത് മലപ്പുറം ജില്ലയുടെ അടുത്തായി പോയത് നമ്മുടെ ആരുടെയെങ്കിലും കുറ്റമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാലത്തിനപ്പുറത്ത് ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് മലപ്പുറം ജില്ലയാണ്. ഇനി ജില്ലകൾ മാറുമെന്ന് പറയാൻ വയ്യ. നമ്മൾ നേരത്തെ ഒറ്റപ്പാലം താലൂക്കാണ്, ഇപ്പോഴാണ് പട്ടാമ്പി താലൂക്കായത്. താലൂക്കുകൾ വിഭജിക്കപ്പെടും, വില്ലേജുകൾ വിഭജിക്കപ്പെടും, ജില്ലകൾ പുതുതു വരും. അങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിൽ, ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു നാട്ടിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരികയാണ് വർഗീയത എന്നാണ് പറയുന്നത്. എന്നിട്ടോ പാലക്കാട് ജില്ലയുടെ ഈ മതേതരത്വത്തെ മലീമസമാക്കി എന്നാണ്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറേ അറ്റത്തെ
ഈ പഞ്ചായത്തിനെ ഒരു തവണ മാത്രമാണ് വർഗീയതയാൽ മലീമസക്കപ്പെട്ടത്. അത് ഇന്നലെ സരിന്റെ വർത്തമാനം കൊണ്ട് മാത്രമാണ്. ഇന്നലെ മാത്രമാണ് ഈ നാട് മലീമസമായത്. സരീൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇവിടെ വന്ന് ഛർദിച്ച് വൃത്തികേടാക്കി എന്നതൊഴിച്ചാൽ ഈ നാട് ഒരിക്കലും മലീമസമാകില്ല എന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയത്. മലപ്പുറം ജില്ലയോട് ഒരു വൈഷമ്യമാണ്. നിങ്ങൾ ആലോചിക്കും, നമ്മുടെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന നമ്മൾ അപ്പുറത്തേക്കാണ്. ശരി, മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ പോയിട്ട് ഞാനിനി സാധനം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ് ഈ പറയപ്പെട്ട സരീനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നേരെ അങ്ങോട്ട് കിഴക്കോട്ട് തന്നെയാണോ പോകുന്നത്? അല്ലല്ലോ. ഒരു ആശുപത്രി വിഷയം വന്നാൽ നേരെ പോകുന്നത് EMSലേക്കായിരിക്കാം, മൗലാനയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ അൽഷിഫയിൽ, അല്ലെങ്കിൽ വളാഞ്ചേരിയിൽ. ജില്ല നോക്കിയിട്ടൊക്കെ ഒരു കമ്പാർട്ട്മെന്റലിസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെ നമ്മൾ എതിർക്കണ്ടേ? നമ്മളിത് ഒരു തെരഞ്ഞെടുപ്പ് വരും, ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും. ഞാനും നിങ്ങളും ഒക്കെ മത്സരിക്കുന്ന ആളുകളുണ്ട്, മത്സരിച്ചവരുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ജാതിയും മതവും നോക്കിയിട്ടാണോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തത്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ എൻ്റെ ജാതി നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ വോട്ട് ചെയ്തവരല്ല. ഞാൻ സഹായിക്കേണ്ടത് എങ്ങനെയാ? ഇവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 101% ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം പോലും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഒരുപക്ഷെ ഇന്നലെ വടിപിടിച്ച് ഈ പഞ്ചായത്തിന്റെ മുൻപിൽ വന്ന് നിന്ന സഖാക്കളോടും സ്വകാര്യമായിട്ടൊന്ന് ചോദിച്ചാൽ മതി. നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കും നിങ്ങളൊക്കെ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്, ഒരു തർക്കമില്ല. നിങ്ങൾ സമീപിച്ചിട്ടുണ്ട്, ഞങ്ങളത് ചെയ്തു തന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? മനുഷ്യത്വമാണ്. അവിടെ രാഷ്ട്രീയമില്ല. ഞാനൊരു ചുമതലയിൽ ഇരിക്കുമ്പോൾ അത് ഞാനൊരു മെമ്പറാവട്ടെ, അല്ലെങ്കിൽ ഇവിടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുണ്ട്, നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തോട് നീതി പുലർത്തണം. നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നത് എന്താണ്? ഒരു തരത്തിലുമുള്ള വിധേയത്വമോ വിദ്വേഷമോ കാണിക്കാതെ എല്ലാവർക്കും ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു പദവിയിലേക്ക് വരുന്നത്. ആ പദവിയിൽ വന്നു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാത്ത CPM-കാരൻ്റെയും മെമ്പറാണ് ലീഗുകാരൻ, വോട്ട് ചെയ്യാത്ത BJP-കാരൻ്റെയും മെമ്പറാണ് ലീഗുകാരൻ, കണ്ടാൽ മിണ്ടാത്തവന്റെയും മെമ്പറാണ് ലീഗുകാരൻ, കണ്ടാൽ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്യാത്തവന്റെയും മെമ്പറാണ് ലീഗുകാരനും മറ്റേത് പാർട്ടിക്കാരനും. അങ്ങനെയാണെങ്കിൽ അവന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക. ഏതൊരു പൗരന്റെയും, അവന്റെ താഴെയുള്ള അല്ലെങ്കിൽ അവന്റെ വാർഡിലുള്ള ഏതൊരു പൗരന്റെയും വോട്ടറുടെയും ആവശ്യങ്ങളെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് അത് ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ഇത്ര കാലമായി ഭരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഭരിക്കാൻ ഉറപ്പിച്ചു പറയാം, ലീഗുകാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല ഇവിടെ ലീഗ് ഭരിച്ചിട്ടുള്ളത്. ലീഗിന് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, എല്ലാ പാർട്ടിക്കാരും സഹായിച്ചിട്ടുണ്ട്, രാഷ്ട്രീയക്കാരും സഹായിക്കുന്നുണ്ട്, മറ്റു പാർട്ടിയിൽപ്പെട്ടവര്. എനിക്ക് ഉറപ്പാണ്, CPM-കാര് എനിക്ക് വോട്ട് ചെയ്തു എന്ന് ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. കോൺഗ്രസ്സുകാർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, CPI-കാർ വോട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു പല പാർട്ടിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമല്ലേ? ആളുകളോട് ഇഷ്ടം കൊണ്ട് പലരും വോട്ട് ചെയ്യും. ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ അവരെ മുഴുവൻ വർഗീയവാദികളാക്കുകയും അവരെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഒരു ജില്ലയെ മോശമാക്കുന്നു. ഒരു മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എന്ത് രാഷ്ട്രീയ ലാഭമാണ് ഇവിടെ സരീൻ ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് സരീൻ ശ്രമിക്കുന്നത് എന്ന് ഈ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തം CPM-കാർക്കുണ്ട്. CPM-കാർ എന്ന് പറഞ്ഞാൽ സരീനെ പോലെയുള്ള ആളുകളെ ഇങ്ങനെ പൂവിട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വിഷവാക്കുകൾ ഏതാണെങ്കിലും അതിന് അർത്ഥമറിയാതെ കൈയടിക്കുന്ന സഖാക്കൾ ഉണ്ടല്ലോ ചുറ്റുപാടും. അങ്ങനെയുള്ള സഖാക്കളൊക്കെ ആ കൊണ്ടുവന്നതിൻ്റെ താല്പര്യം എന്താണെന്ന് കൂടി പറയണം. ഇവിടെ സരീൻ പറഞ്ഞ വാക്കുകളുണ്ട്, ഞാനത് നോട്ട് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ലീഗിന്റെ കൂടെ ഇപ്പൊ 2 കൂട്ടരുണ്ട് എന്നാണ്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ ആളുകൾ മറക്കില്ല. ഇപ്പൊ 2 കൂട്ടരാണ്, ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയും മറ്റൊന്ന് SDPI-യും. കഴിഞ്ഞ കാല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അറിയാം, LDF കൺവെൻഷനിൽ ക്ലാസ് എടുത്തിരുന്നത് നമ്മുടെ പഞ്ചായത്തില് SDPI-യുടെ നേതാക്കളാണ്. ഞങ്ങളൊക്കെ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നത് CPM-ന്റെ കൂടെ SDPI-കാർ കൂടിയാണ്. ഉറപ്പല്ലേ? എനിക്കെതിരെ കഴിഞ്ഞ 5-ാം വാർഡിലെ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ആയിരുന്നത് SDPI-കാരനാണ്. അന്ന് CPM-കാർ വോട്ട് ചെയ്തത് SDPI-ക്കാണ്. ഇവിടെ SDPI-യെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കക്ഷികളെ തരാതരം തങ്ങളുടെ വോട്ടിന് വേണ്ടി വിനിയോഗിച്ച CPM-ന്റെ പ്രതിനിധിയാണ് ഇപ്പോൾ പറയുന്നത് ലീഗിന്റെ 2 വശത്തും ഇങ്ങനെയുള്ള ആളുകളാണെന്ന്. ഞങ്ങൾ ഒരു വർഗീയവാദിയുടെയും
ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന്. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇനിയും പറയും. എന്നാൽ നിങ്ങളോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഓങ്ങല്ലൂർ പഞ്ചായത്തില് നിങ്ങൾ ആരുടെ പിന്തുണയോടാ ഭരിക്കുന്നത്? SDPIയുടെ. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഭരിക്കുന്നത് ആരുടെ പിന്തുണയോടുകൂടിയാണ്? SDPIയുടെ. കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾ വാങ്ങി ഭരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞങ്ങളെ തീവ്രവാദം പഠിപ്പിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിയെ പഠിപ്പിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞങ്ങളെ മതം പഠിപ്പിക്കുന്നത്. സരിൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ശിശു ട്രൗസർ ഇട്ട് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലീഗ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ലീഗിനെ പഠിപ്പിക്കാൻ സരിനെന്നല്ല ഒരുത്തരും വളർന്നിട്ടില്ല. ഞങ്ങളെ അംഗീകരിക്കാത്തവരെ കൊണ്ട് ഞങ്ങൾ അംഗീകരിപ്പിച്ചിട്ടുണ്ട്. ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ സഖാബ് EMS ലീഗിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടിക്കാരെ ഞങ്ങളെ കൂടെ കൂട്ടിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. CPI ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ലീഗിന്റെ കൂടെ ഇരുന്നവരാണ് നിയമസഭയില്. എന്നിട്ട് തിരുവേഗപ്പുറ എന്ന് പറയുന്ന ഒരു നാട്ടില് ഏറ്റവും സവിശേഷമായ സമ്പന്നതയുള്ള സാംസ്കാരിക പൈതൃകമുള്ള ഈ നാട്ടില് ഇവിടെ വന്ന് ഇങ്ങനെയുള്ളവന്മാർ ഭാവിയിൽ തോന്നിയത് വിളിച്ചു പറയുമ്പോ അരുതെന്ന് പറയാനാണ് നമ്മളിവിടെ കൂടിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം. എനിക്ക് എന്റെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ആരും ബലം പിടിപ്പിച്ച് കയ്യിൽ പിടിച്ച് വിരലിൽ പിടിച്ചോ മിഷനിൽ കൊണ്ടുപോയി അമർത്താറില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, അത് സ്വാതന്ത്ര്യമല്ലേ, അവകാശമല്ലേ. പക്ഷേ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഒരു നാടില് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ന പോലെയുള്ള വർത്തമാനങ്ങൾ പറയുക, അതേത് രീതിയില്? എന്നിട്ട് RSSന് ബദൽ ലീഗ്, RSSന് ബദൽ ലീഗ് എന്ന് പഠിപ്പിക്കാനാണ് സരിൻ ഇങ്ങോട്ട് വന്നത്. ലീഗ് എന്താണെന്ന് ഈ നാട്ടുകാർക്കറിയാം. ഇവിടെ ഒരു മനുഷ്യന് പ്രയാസമുണ്ടാകുമ്പോ അവൻ കരൾ രോഗിയാകട്ടെ, വൃക്കരോഗിയാകട്ടെ, ഏത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാകട്ടെ, ഞങ്ങൾ ഈ നാട് ഒന്നിച്ചു നിന്നിട്ടുണ്ട്. രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ ഞങ്ങൾ പള്ളികളുടെ മുമ്പിൽ പിരിവെടുത്ത്, ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പിരിവെടുത്ത്, വിദ്യാലയങ്ങളിൽ പിരിവെടുത്ത്, നാട്ടിലെ ഗ്രാമങ്ങളിൽ പിരിവെടുത്ത്, ഞങ്ങളുടെ കുട്ടികളുടെ നാണയ കുടുക്കകൾ പൊട്ടിച്ച് പണമെടുത്ത് ഈ നാട്ടിലെ മനുഷ്യരെ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ CPM-കാര് നിങ്ങളെവിടെയെങ്കിലും അങ്ങനെ സഹായിച്ചിട്ടുണ്ടോ? ലീഗിന്റെ ബദൽ പേരെന്ന് പറയുന്നത് ചാരിറ്റി എന്നാണ്. കേരളത്തില് ഒരു സർക്കാർ ബദൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. ഈ നാട്ടിലെന്നല്ല, ഈ നാട്ടിലൂടെ ആംബുലൻസുകൾ പോകുമ്പോ നിങ്ങൾ ആംബുലൻസുകളില് CHന്റെ ഫോട്ടോ കാണാം, ശബ്ദങ്ങളുടെ ഫോട്ടോ കാണാം. അത് മുസ്ലിം ലീഗിന്റെ ആംബുലൻസുകളാണ്. നിങ്ങൾ RCCയുടെ അരികിലേക്ക് പോകുക, തിരുവനന്തപുരത്ത്. അവിടെ പാവപ്പെട്ടവർക്ക് താമസിക്കുവാൻ സൗജന്യ ഭക്ഷണം കൊടുത്ത് ആതുരാലയങ്ങൾക്കരികില് ലീഗിന്റെ CH സെന്ററുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അരികിലുണ്ട്, MBR ഹോസ്പിറ്റൽ മുക്കം അരികിലുണ്ട്, തലശ്ശേരിയിലുണ്ട്, പെരിന്തൽമണ്ണയിലുണ്ട്. കേരളത്തിലെ ഞങ്ങൾ പിരിച്ചിട്ടുള്ളത്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുള്ളത് അത് ഞങ്ങളുടെ ആമാശയം നിറക്കാനല്ല, ഈ നാട്ടിലെ പാവങ്ങളെ സഹായിക്കാനാണ്, ഈ നാട്ടിലെ പാവങ്ങൾക്ക് സഹായം ചെയ്യാനാണ്. നോക്കുക, ചൂരൽമലയില് ദുരന്തമുണ്ടായപ്പോ അവിടേക്ക് ആദ്യം ഓടിപ്പോയത് ഈ പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞ RSS അല്ല, അവിടേക്ക് ആദ്യം ഓടിപ്പോയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീട് നൽകുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സ്ഥലം നൽകുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കച്ചവട ഉപാധികൾ നൽകിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാഹനം നൽകിയത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. ലീഗിന്റെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്തവർ, ലീഗ് എന്തെന്നറിയാത്തവർ, ഇന്നലകളിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നവർ, രാഷ്ട്രീയത്തിലെ അധികാരം മോഹിക്കുന്നവർ, പദവി മോഹിച്ച ആശയം തരാതരം മാറ്റുന്നവർ, വായിൽ തോന്നിയത് പറയുമ്പോ അത് പറയപ്പെടുന്ന നാടിന്റെ പാരമ്പര്യം കൂടി നിങ്ങൾ അറിയണം. 1936 ഇവിടെ പഞ്ചായത്ത് സംവിധാനം ഈ പഞ്ചായത്തിൽ വരുന്നത്. അന്നത്തെ ആദ്യത്തെ പ്രസിഡന്റ് ഒരു മാപ്പിളയല്ല, മുസ്ലിം അല്ല, കീഴ്ജാതിക്കാരനല്ല, നമ്പൂതിരി സമുദായത്തിൽ നിന്നൊരാളാണ്.
പിന്നീട് ദീർഘകാലം അങ്ങനെയാണ്. അതിന്റെ പേരിൽ ഒരു അസ്പൃശ്യത ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിൽ ജാതീയമായ സാമുദായികമായ വേർതിരിവ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയാണ്. അത് അസീസാകാം, സമതാകാം, ആരുമാകാം. പക്ഷേ ആ പദവിയിൽ ഇരിക്കുന്നവർ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രസിഡന്റ് ആണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ 15 വർഷം ഓർമ്മിക്കപ്പെടുന്നത്. ഞങ്ങൾ വരുന്നതിന് മുൻപ് 5 വർഷം നിങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നേരത്തെ മാഷ പറഞ്ഞ പോലെ ഒരു ഇരുണ്ട 5 വർഷം. എന്തേ ആ 5 വർഷം ഓർമ്മിക്കപ്പെടാത്തത്? എന്തേ 5 വർഷം പറയാത്തത്? എന്തേ 5 വർഷം നിങ്ങളുടെ സഖാക്കളുടെ പോലും ഓർമ്മയിലില്ലാതെ പോയത്? എന്തുകൊണ്ടാണ്? 5 വർഷം നിങ്ങൾക്ക് വേണ്ടിയാണ് ഭരിച്ചത്. ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല. പഞ്ചായത്തിലെ പണമെടുത്ത് മക്കൾക്ക് അന്നം കൊടുക്കാമെന്ന ഒരു നിർബന്ധവുമുള്ളവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ഞങ്ങൾ ഒരു പദവിയെ അതൊരു അംഗീകാരമായി കാണുമ്പോൾ പോലും അത് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട ഉത്തരവാദിത്വമാണെന്ന ബോധ്യമാണ് ഞങ്ങളെ നാളിതുവരെ നയിച്ചിട്ടുള്ളത്. ആ ഒരു ബോധ്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഒരു വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ട്. തൊട്ടടുത്ത് ചിനവതിക്കാവുണ്ടല്ലോ. ഇവിടെ പൂരം വരുമ്പോ നമ്മളെല്ലാം നോക്കി നിൽക്കും, നമുക്കൊക്കെ സന്തോഷമാണ്. ഞാൻ എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിക്കും, പൂരത്തിന്റെ വരവായാൽ വിശേഷങ്ങൾ ചോദിക്കും. ഇവിടെ അഖണ്ഡനാമം ഉണ്ടാകുമ്പോ ഈ അമ്പലത്തിന്റെ പ്രതിനിധികൾ വന്ന്, ഞാൻ പ്രസിഡന്റ് ആയിരിക്കെ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഇങ്ങോട്ട് വരണമെന്ന്. ആർക്കും ഒരു തടസ്സമുണ്ടായിട്ടില്ല. ഞങ്ങൾ പരസ്പരം ക്ഷേത്രത്തിന് ഭ്രാന്തൻ കല്ലിന്റെ മുകളിൽ കാർത്തിക നാൾ ദിനത്തിൽ ഉച്ചയ്ക്ക് അന്നമം കഴിക്കാൻ അങ്ങോട്ട് വരണമെന്ന് ക്ഷണിച്ചിട്ടുണ്ട്. എന്നെയൊക്കെ സമതെന്ന പേരുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് അയാൾ വർഗീയവാദിയാണെന്ന ഒരു തോന്നലും ഇവിടുത്തെ പാവപ്പെട്ട സഹോദരങ്ങൾക്കുണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ മനസ്സുകൾക്കിടയിൽ അസ്പൃശ്യതയുടെ ഒരു കാലത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത വികാരങ്ങളെ സൃഷ്ടിക്കുവാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസം ഓരോരുത്തർക്കും ഓരോന്നാണ്. ഓരോ മതത്തിനും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ നാട്ടില്. എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസമുണ്ടാകാം. ഞാൻ പള്ളിയിൽ പോയി ആരാധന ചെയ്യാം, എന്റെ വീട്ടിൽ ആരാധിക്കാം. ക്ഷേത്രത്തിൽ പോകുന്നവൻ അങ്ങനെ പോകാം, അമ്പലത്തിൽ പോകുന്നവൻ അവർക്ക് പോകാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആളുകൾ പ്രവർത്തിക്കുമ്പോ അയാൾ പറയുന്നൊരു വർത്തമാനമുണ്ട്, പറയുന്നൊരു കാര്യം, ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ലീഗിന്റെ രാഷ്ട്രീയമെന്ന് പറയുകയാണ്. ഏതോ സ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ വിശ്വസിക്കാം, സ്വർഗത്തിൽ വിശ്വസിക്കാത്തവർക്ക് സ്വർഗത്തിൽ വിശ്വസിക്കാതെയും ഇരിക്കാം. പക്ഷെ ഒരു വ്യക്തിയുടെ അയാൾ ഒരു ന്യൂനപക്ഷമാകാം, വിരലിലുണ്ടാക്കുന്ന ഒരാളാകാം. അങ്ങനെയുള്ള ഒരാളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനുള്ള അധികാരം ആരാണ് സരിന് നൽകിയത്? സരിന് വിശ്വസിക്കാതിരിക്കാം. CPM-ൽ പെട്ട ചിലർക്ക് വിശ്വസിക്കാതിരിക്കാം, അതവരുടെ ഇഷ്ടമാണ്. പക്ഷേ സ്വർഗത്തിൽ വിശ്വസിക്കുന്നവർക്ക്, നരകത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവന്റെ വിശ്വാസത്തെ അപമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാരാണ് ഇന്ത്യയിൽ നൽകിയത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പറയാം, നമുക്ക് പരസ്പരം പറയാം. പക്ഷെ പറയുമ്പോൾ പോലും അതിനകത്ത് കാണിക്കേണ്ട സഭ്യതയുണ്ട്, അതിനകത്ത് കാണിക്കേണ്ട മര്യാദയുണ്ട്, അതിനകത്ത് കാണിക്കേണ്ട അന്തസ്സുണ്ട്. ആ അന്തസ് നഷ്ടപ്പെടുത്തി 4 വോട്ടിന് വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പില് പഞ്ചായത്ത് ഭരിക്കാം, അതാണ് ആഗ്രഹമെങ്കിൽ എന്തൊക്കെ വഴികളുണ്ട്? വികസനത്തെ കുറിച്ചാണോ സംവദിക്കേണ്ടത്? പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, സംവദിക്കാം. CPM-ന്റെ ഏറ്റവും മിടുക്കനായ പ്രഭാഷകനെ കൊണ്ടുപോവാ. ഞങ്ങളുടെ മെമ്പർ മതി, പ്രസിഡന്റ് ഒന്നും വേണ്ട. ഞങ്ങളൊരു മെമ്പർ മതി നിങ്ങളോട് സംസാരിക്കാൻ. MSF-ന്റെ കുട്ടി മതി. നിങ്ങൾ സംവദിക്കാനുണ്ടോ? നമുക്ക് സംവദിക്കാം. വികസനമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് സംവദിക്കാം. ഇനി രാഷ്ട്രീയമായി ലീഗിന്റെ ആശയത്തെ കുറിച്ചാണോ സംവദിക്കേണ്ടത്? നമുക്ക് ഫേസ് ടു ഫേസ് സംവദിക്കാം. പക്ഷെ മതം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കി മുറിവുണ്ടാക്കാൻ എളുപ്പമാണ്. CPM-കാരാ, മുറിവുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ മുറിവ് ഉണങ്ങാത്ത വിധം ഇങ്ങനെ കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് തുറന്നു പറയണം.
വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് വിശ്വാസികളല്ലാത്ത ആളുകളായിരുന്നവർ ഇപ്പോ വിശ്വാസികളാണോ? ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നുള്ളതാണ്. എത്ര കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് പോലും ഗവൺമെന്റിന് അറിയില്ല. അയ്യപ്പനും വിശ്വാസവും ഒരു വേള വേണ്ട എന്ന് പറഞ്ഞവരാണ്. എന്നില് ഹിന്ദു രക്തമില്ല, നമ്മളില് മുസ്ലിം രക്തമില്ല, നമ്മളില് ക്രിസ്ത്യൻ രക്തമില്ല, നമ്മളിലുള്ളത് മനുഷ്യരക്തം എന്ന് പറഞ്ഞ ആളുകളാണ്. ഇപ്പതാ അയ്യപ്പ സംഗമം നടത്തുന്നു, ന്യൂനപക്ഷ സംഗമം നടത്തുന്നു. അങ്ങനെ തരാതരം വോട്ടിന് വേണ്ടി രാഷ്ട്രീയത്തിൽ നിലപാടുകളില്ലായ്മ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾ നോക്കൂ, തീവ്രവാദം അബ്ദുൽ നാസർ മഅദനി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോ അരുതെന്ന് പറഞ്ഞവരാ ഞങ്ങള്. ഈ സമുദായത്തിനകത്ത് കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞവരാ ഞങ്ങള്. അതിന്റെ പേരിൽ ഏറ്റവും വലിയ വില നൽകിയ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർന്നപ്പോ ഏറ്റവും കൂടുതൽ പഴികെട്ട പാർട്ടിയുടെ പേര് ലീഗ് എന്നാണ്. അന്ന് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ലീഗിനെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തു CPM. മുസ്ലിം ചെറുപ്പക്കാരുടെ മനസ്സിനെ തീവ്രവാദ ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു CPM. ഉപതെരഞ്ഞെടുപ്പിൽ ശിവരാമൻ ലക്ഷക്കണക്കിന് വോട്ട് വാങ്ങി ജയിച്ചു പോയത് അന്നത്തെ ഒരു വികാരത്തിൽ നിന്നാണ്. പക്ഷെ ആ വികാരം ഇവിടെ നിൽക്കുമ്പോഴും ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദുഃഖകരമായ പശ്ചാത്തലത്തിൽ പോലും ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി ശബ്ദിച്ചവരാണ്. ഞാനും എന്റെ സഹപ്രവർത്തകരും ഈ പഞ്ചായത്തില് ഈ നാട്ടിൽ പ്രസംഗിച്ചവരാണ്. വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിച്ചവരാണ്, പോസ്റ്റർ ഒട്ടിച്ചവരാണ്. തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആളുകളുടെ മുഖത്ത് നോക്കാൻ പോലും പ്രയാസകരമായ ഒരവസ്ഥ നിലനിൽക്കുമ്പോ ബാബരി മസ്ജിദിന്റെ തകർച്ചയിൽ ന്യൂനപക്ഷ സമുദായം വൈകാരികമായി നിൽക്കുമ്പോഴും അതിന്റെ പേരിൽ കൊല്ലം റോട്ടിൽ ഹർത്താൽ നടത്തി, റോഡ് കല്ലിട്ട് വടിയിട്ട് വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുമ്പോ അതെടുത്തു മാറ്റിയതിന്റെ പേരിൽ പോലും ഞങ്ങളോട് മിണ്ടാതെയായ ആളുകള് ഞങ്ങളുടെ സമുദായത്തിലുണ്ട്. പക്ഷെ ഞങ്ങള് നിലപാടിലൊന്നും മാറിയില്ല. ഒരേ നിലപാടിൽ തന്നെയാണ് ഈ പാർട്ടി നിന്നത്. എന്നിട്ട് മതേതരത്വത്തിന് വേണ്ടി തീവ്രവാദത്തെ, വർഗീയവാദത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ച, അതിന് വില കൊടുത്ത ഒരു പാർട്ടിക്ക് സ്വാധീനമുണ്ടായത് ഈ നാട്ടിലെ ജനങ്ങള് ലീഗിന്റെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്നിട്ട് നിങ്ങൾ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അംഗീകരിക്കില്ല. നിങ്ങൾക്ക് ഭരണമാണോ പ്രശ്നം? ഞാൻ CPM-ന്റെ നേതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭരണമാണോ പ്രശ്നം? നിങ്ങൾക്ക് പ്രസിഡന്റ് പദവിയാണോ ആവശ്യം? നിങ്ങൾക്കൊരു മെമ്പർ ആകലാണോ രാഷ്ട്രീയത്തിൽ ആവശ്യം? അതൊരു വിഷയമുള്ള കാര്യമല്ല. മെമ്പർ ആകുകയാണോ? ഒരു മെമ്പർ ആകുക മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യം? ഒരു നാട്ടിലെ പഞ്ചായത്തിന്റെ ഭരണം നേടുക എന്നത് മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യം? ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയാമെന്ന് വരരുത്. ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞങ്ങള് നിലപാടുള്ളവരാണ്. ആ നിലപാട് എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം ഒന്നു തന്നെയാണ്. ആ രാഷ്ട്രീയം ശരിയുടേതാണെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് എന്ന് കരുതി മറ്റു രാഷ്ട്രീയക്കാരൻ പാടില്ല എന്നോ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള നോക്കൂ, ഞാനും നിങ്ങളുമൊക്കെ പരസ്പരം എത്ര സ്നേഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ സ്വർഗം കാത്തിരിക്കുന്നവർ സ്വർഗം കാത്തിരുന്നോട്ടെ, നരകമാണ് ആഗ്രഹിക്കുന്നവർ നരകം കാത്തിരുന്നോട്ടെ. സ്ത്രീകളെ പുറത്തേക്ക് വിടില്ല എന്നാ പറയുന്നത്. സ്ത്രീകള് രണ്ടു തരം ലിംഗം ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കിയതാണോ മനുഷ്യനെ രണ്ടു തരത്തില്? സരീൻ കല്യാണം കഴിച്ചത് പുരുഷനെ അല്ലല്ലോ, സ്ത്രീയെ അല്ലേ? മനുഷ്യർക്കിടയിൽ പ്രകൃതിയാൽ ഉള്ള കാര്യമാണ് പുരുഷ സ്ത്രീ. ആ ഒരു സംവിധാനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം, നമ്മൾ പലരും വിശ്വസിക്കുന്നു അങ്ങനെ. സരീന്റെ കൂട്ടക്കാർ വിശ്വസിക്കുന്നത് ഡാർവിനിൽ നിന്നാണ്, കുരങ്ങിൽ നിന്നാണ്. കുരങ്ങായതിന്റെ പേരിലാണ് ഇന്നലെ അങ്ങനെയുള്ള സംസാരം ഉണ്ടാകുന്നത്. നമ്മുടെ പ്രാപിതാക്കന്മാർ കുരങ്ങാണെന്ന് വിശ്വസിക്കുന്നവരല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആണോ എന്ന് തോന്നിപ്പോകും ചിലരൊക്കെ ഇങ്ങനെ വന്ന് പറയുമ്പോ. അത്രയേ ഉള്ളൂ, അല്ലാതെ നമ്മളാരും ആ വിശ്വാസക്കാരല്ല. എന്നിട്ട് സ്ത്രീകളെ മാറ്റി നിർത്തുന്നു, പുറത്തേക്ക് ഇറക്കുന്നില്ല. എടോ സരീൻ, നീ പറഞ്ഞ മലപ്പുറം ഉണ്ടല്ലോ, ആ മലപ്പുറത്തൊരു പെൺകുട്ടിയാണ് ഇപ്പൊ ഒരു നക്ഷത്രം കണ്ടെത്തിയത്. എടോ സരീൻ, നീ അറിയണം, ഇങ്ങനെ വീടിനകത്ത് അടച്ചിട്ട മലപ്പുറത്തെ ഒരു പെൺകുട്ടിയാണോ ഇപ്പോൾ വിമാനം പറത്തുന്ന പൈലറ്റ് ആയത്. എന്നിട്ട് സരീൻ പറയാണ്, പുറത്തിറങ്ങിയാൽ ഇവിടെ 9 വർഷം കൊണ്ട് നടന്ന വികസനമൊക്കെ കാണും. 9 അല്ലടോ, 15 വർഷം.
15 വർഷമായി ഞങ്ങൾ നടത്തിയ വികസനം നിങ്ങൾക്ക് കാണാം. ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകളുടെ ബോർഡ് പോലും കെട്ടിവെച്ചിട്ടുള്ളത് UDF ഭരിക്കുന്ന കൊണ്ടുവന്ന ഐമാസ് ലൈറ്റിന്റെ പോസ്റ്റുമലാണ്. ആ പോസ്റ്റുമയാണ് വലിയ ബോർഡ് വെച്ച് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. ആ പോസ്റ്റില് കൊടി കെട്ടുന്നത്, ആ പോസ്റ്റില് പോസ്റ്റ് ഒട്ടിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ മുകളിൽ, പെയിന്റ് അടിച്ച് എഴുതുന്നത് അതിന്റെ മുകളിൽ, റോട്ടിൽ ചിഹ്നം വരയ്ക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ കട്ട വിരിച്ച റോഡിന്റെ മുകളിൽ. അത്രയല്ലേ ഉള്ളൂ. എന്നിട്ട് ചോദിക്കുകയാണ് ലീഗ് ഈ പഞ്ചായത്തിൽ എന്താണ് ചെയ്തത് എന്ന്. സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ നാട്ടിലെ വികസനം അറിയും. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അവരെ ഏതോ ഒരു സ്വർഗത്തിന് വേണ്ടി ലീഗുകാർ ഇങ്ങനെയൊക്കെ ഇരുത്തിക്കുകയാണ് എന്ന രീതിയിലാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിക്കുകയാണ്. ഈ വിശ്വാസികൾക്കിടയിൽ, മതവിശ്വാസികൾക്കിടയിൽ, അത് ഹിന്ദു മതമാകാം, ഇസ്ലാം മതമാകാം, ക്രൈസ്തു മതമാകാം, ഏതു മതമാകാം, ഇനി മതമില്ലാത്തവരുമാകാം, മനുഷ്യർക്കിടയിൽ സംഘർഷ മനസ്ഥിതി ഉണ്ടാക്കുവാൻ പച്ചക്ക് വർഗീയത പറയുന്ന സരിന്റെ നിലപാട് അത് CPM നേതൃത്വത്തിന്റെ നിലപാടാണോ എന്ന് CPMന്റെ നേതൃത്വം വ്യക്തമാക്കണം. ലോക്കൽ അല്ല കേട്ടോ, ലോക്കൽ കമ്മിറ്റിക്കാരല്ല, CPMന്റെ നേതൃത്വം പറയണം. CPM നടത്തിയ ഈ പ്രസ്താവന ഈ മനുഷ്യർക്കിടയിൽ, ഈ നാടിന്റെ മതേതര കാഴ്ചപ്പാടിനിടയിൽ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി സരിൻ നടത്തിയ ഈ പ്രസ്താവന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ എന്ന് അവർ വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് തർക്കിക്കാം. ഞങ്ങളൊന്നും ഇങ്ങനെ ഇപ്പം കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒച്ചയിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒച്ചയിട്ട് ഇങ്ങനെ ബഹളം വെച്ച് വേർത്തൊലിച്ച് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ നമ്മളൊരു കൊട്ടിക്കലശത്തിൽ ജീപ്പിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ആവേശത്തോടു കൂടി പറയും. അത് അവിടെ കഴിഞ്ഞിറങ്ങും. അത് കഴിഞ്ഞു പോരുമ്പോൾ സഖാക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടാവും, കൈ കൊടുക്കും, വർത്തമാനം പറയും. രാവിലെ കടയിലേക്ക് വന്നാൽ 1-2 സഖാക്കളെ എല്ലാ ദിവസവും ഞങ്ങൾ കാണും. എൻ്റെ പൈസ അയാൾ കൊടുക്കും, അയാളുടെ പൈസ അല്ലെങ്കിൽ ഞാൻ കൊടുക്കും. ഞങ്ങൾ ഒന്നിച്ചിരിക്കും, ചായ കുടിക്കും, വർത്തമാനം പറയും. ഞാൻ പിന്നെ ഈ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ ആളുകൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ആളുകളുടെ എങ്ങനെയാ അത് പറയാ, ഞങ്ങൾ ഒഴിച്ചു കൊണ്ടുപോയി പരിശോധിച്ച ശേഷമാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അത്ര. ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒക്കെ പരിശോധിച്ച് വ്യക്തമായിട്ട് അങ്ങനെയാണ് അത്ര ഫണ്ട് കൊടുക്കുന്നത്. സത്യം അസി പറയുമ്പോൾ പിന്നെ അത് കുറച്ചും കൂടി വൈകാരികമായി പറയേണ്ട കാര്യമാണ്. ആ പ്രസംഗിക്കുന്ന സമയത്ത് നെടുങ്ങോട്ടൂർ ശിവക്ഷേത്രത്തിന്റെ മുമ്പിലെ റോഡ് കോൺക്രീറ്റ് നടക്കുക, കട്ട വിരിക്കുക അല്ലേ. ഞാൻ ഇവിടുത്തെ നല്ല മനുഷ്യരോടൊരു ചോദ്യം ചോദിക്കാം. 15 വർഷം ഞങ്ങൾ 15 വർഷം ഭരിച്ചു. അതിന് മുൻപ് ഞങ്ങൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് കുട്ടിയാജി ഭരിക്കുന്ന സമയത്ത് ഞാൻ ആ ബോർഡിലുണ്ട്. അതിനുശേഷം 17 വർഷത്തിൽ അവസാനത്തെ 5 വർഷം ഞാൻ അദ്ദേഹത്തിന്റെ ബോർഡിലുണ്ട്. പിന്നീട് 5 വർഷമാണ് CPM ഇവിടെ ഭരിച്ചത്. പിന്നീട് 5 വർഷം എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടായി. പിന്നീട് 5 വർഷം ശാരദ എന്ന് പറയുന്ന സഹോദരിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി ഉണ്ടായി. പിന്നീട് 5 വർഷം പ്രിയപ്പെട്ട MT മുഹമ്മദ് അലിക്കയുടെയും അസീസിന്റെയും നേതൃത്വത്തിൽ ഭരണസമിതി ഉണ്ടായി. ആ ഭരണസമിതിയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ നാട്ടിലെ ലീഗുകാരല്ലാത്ത എല്ലാവരോടുമുള്ളൊരു ചോദ്യമാണ്. ലീഗുകാരല്ലാത്ത എല്ലാവരോടും ഞങ്ങൾ തിരുത്താനാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിർത്താനുമാണ്. തിരുത്താൻ മാത്രമല്ല, നിർത്താനുമാണ്. ഞങ്ങൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, നിങ്ങളുടെ ജാതിയുടെ പേരിൽ, നിങ്ങളുടെ മതത്തിന്റെ പേരിൽ നിങ്ങൾക്ക് നൽകേണ്ട ഒരു അവകാശം, നിങ്ങൾക്ക് നൽകേണ്ട ഒരു ആനുകൂല്യം, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു അവകാശം ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ ഞങ്ങൾ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. CPMർക്ക് പറയാൻ പറ്റുമോ? ആ 5 വർഷം പറയാൻ കഴിയില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ മുൻപിൽ ഒരു ലീഗുകാരൻ വന്നാൽ അയാളുടെ കാര്യമല്ല ആദ്യം കേൾക്കുക, ലീഗുകാരനല്ലാത്തവന്റെ കാര്യമാണ്. എൻ്റെ മുൻപിൽ സ്വസമുദായത്തിൽ ഒരാൾ വന്നാൽ ആദ്യം അവന്റെ കാര്യമല്ലേ കേൾക്കുക, സഹോദര സമുദായത്തിന്റെ പ്രശ്നം കേൾക്കാനാ ഞങ്ങളൊക്കെ മനസ്സ് കാണിക്കുക.
അത് ഞങ്ങൾക്കുണ്ടായത് എങ്ങനെയാണെന്ന് ഈ സരിൻ അറിയില്ല. എനിക്കതുണ്ടായത് എൻ്റെ വിശ്വാസത്തിൽ നിന്നാണ്. അത് പറയാൻ എനിക്കൊരു മടിയുമില്ല. എൻ്റെ വിശ്വാസത്തിൽ നിന്നാണ്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പ്രവാചകന്റെ പ്രകീർത്തനം ഉറക്കെ പറയുക മാത്രമല്ല, അയൽവാസിയുടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ അവനെ സഹായിക്കേണ്ടതാണ് എൻ്റെ ബോധ്യം എന്നുള്ളതിൽ നിന്നാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. നിങ്ങളിവിടെ ഇങ്ങനെ കൊടപിടിക്കാൻ വരുന്ന സഖാക്കളോട് സ്വകാര്യമായി ചോദിച്ചാൽ അറിയാൻ പറ്റും. എപ്പോഴെങ്കിലും ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ച CPM മെമ്പർമാരോട്, ഇന്നലെ ഈ പ്രസംഗിക്കുന്നയാളുടെ ഇടവും ബലവും നിൽക്കുന്നവർ, സുന്നത്തും സുന്നത്തുമില്ലാത്തവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞങ്ങൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും ജാതി, മതം, രാഷ്ട്രീയം നോക്കി നിങ്ങൾക്ക് നൽകേണ്ട ഒരു നീതി ഉണ്ടല്ലോ, ആ നീതിയെ ഞങ്ങൾ നൽകാതിരുന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളൊക്കെ കിടക്കുന്ന സമയമായിട്ട് ഭരിക്കുന്ന ഒരു ഭരണസമിതിക്കെതിരെ 5ാമത്തെ വർഷം നിങ്ങൾ സമരത്തിന് വരും. സ്വാഭാവികമാണ്. നിങ്ങൾക്ക് ആ സമരം കൊപ്പം പഞ്ചായത്തിൽ കാണാനില്ലല്ലോ, നിങ്ങൾക്ക് ആ സമരം വെളയൂർ പഞ്ചായത്തിൽ കാണാനില്ലല്ലോ, നിങ്ങൾക്ക് ആ സമരം കുലുക്കല്ലൂരിൽ കാണാനില്ലല്ലോ, നിങ്ങൾക്ക് ആ സമരം തൊട്ടടുത്ത് പട്ടാമ്പിയിലില്ലല്ലോ, നിങ്ങൾക്ക് ആ സമരം മുതുതലയിൽ കാണാനില്ലല്ലോ. അതെന്താ? അവിടെയൊക്കെ സമ്പൂർണ്ണമാണ്, അവിടെ എല്ലാം തികഞ്ഞിരിക്കുന്നു. അവിടെ ഭരിക്കുന്നത് CPM ആണ്. അവിടുത്തെ ആളുകൾക്ക് പരാതിയില്ല. പക്ഷേ ആകെ പ്രശ്നമുള്ളത് ഇവിടെയാണ്. തിരുവേഗപ്പുറയിൽ വികസനമില്ല. ഉള്ള വികസനം തന്നെ ജാതി മതം നോക്കിയാണ്. തിരുവേഗപ്പുറയിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തിരുവേഗപ്പുറയിലെ സ്ത്രീകൾ യാഥാർത്ഥ്യമൊന്നും അറിയുന്നില്ല. തിരുവേഗപ്പുറയിലെ ജനങ്ങൾ ഇപ്പോഴും ഏതോ സ്വർഗത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സ്വർഗത്തിലെ വാതിലും തുറന്ന് ആ സ്വർഗം ഏതോ ഒരു സ്വർഗമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ ഇരിക്കുകയാണ് എന്നൊക്കെയാണ് CPMകാർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതും ഇതിലപ്പുറമൊക്കെ പറയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് ഇവിടെ തീരും. ഞാൻ ഉറപ്പിച്ച് പറയാം, തെരഞ്ഞെടുപ്പ് ഇവിടെ തീരും. സരിനെന്ന് പറയുന്ന ഒരുത്തൻ ഈ നാട്ടിൽ വന്നു ഇങ്ങനെ വൃത്തികേട് പറഞ്ഞു പോകുന്നതിന്റെ ഫലം ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരു വർഗീയമായ കറ ഉണ്ടായാൽ, സരിനെന്ന് പറയുന്ന മനുഷ്യ ജന്മം ഈ നാടിന് നൽകിയ, ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അതെന്ന് കൂടി ഞങ്ങൾ പറയാണ്. സംസാരിക്കാം. ആവേശം കൂടുമ്പോൾ നമുക്കൊക്കെ പലതും പറയാൻ തോന്നും. പക്ഷെ ആവേശം കൂടുമ്പോഴും പക്വതയോടുകൂടി കാര്യങ്ങൾ നോക്കിയറിയാൻ സാധിക്കണം. പിന്നെ ഇപ്പോ ഞാൻ അടിവരയിട്ട് ഒരു കാര്യം കൂടി പറയാം. CPMലാണ് സരിൻ. പക്ഷെ BJPയുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള പല നേതാക്കളുമായും പല രീതിയിലും ബന്ധമുള്ള ഒരാൾ കൂടിയാണ് സരിൻ എന്ന് കൂടി നിങ്ങൾ ചേർത്ത് വെക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ, ജയിച്ചില്ലെങ്കിൽ, വേറെ ഒന്നുമില്ലെങ്കിൽ സരിൻ അടുത്ത പാളയത്തിലേക്ക് പോകും. അങ്ങനെ കണ്ടവനൊക്കെ വന്ന് കയറി കൊട്ടിപ്പോകാനുള്ള ചെണ്ടയല്ല തിരുവേഗപ്പുറ എന്ന് ഈ നാട് പ്രഖ്യാപിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ഇത്രയും ആളുകൾ. ഒരു ദിനം, ഇന്നലെ രാവിലെ നിങ്ങൾ പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴേക്കൊക്കെ അതൊരു വാർത്തയാകുന്നു. അപ്പോഴേക്കും ആളുകൾ അറിയിക്കപ്പെടുന്നു. പലരും ചോദിച്ചതാ, ലീഗുകാർ ചോദിച്ചിട്ടില്ല, ലീഗ് അല്ലാത്തവരും ചോദിച്ചു ഈ ഒരു വർത്തമാനത്തിന് പ്രതികരിക്കണ്ടേ എന്ന്. അങ്ങനെ വലിയ ഒരു പ്രചരണമൊന്നുമില്ലാതെ തന്നെ ഇത്രയും ആളുകൾ, ഞാൻ വളരെ ഒരു അടിവരയിട്ട് പറയാൻ, ലീഗ് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തില് ഞങ്ങൾക്കുള്ള അധികാരം അതൊരു പഞ്ചായത്തിന്റെ അധികാരമാകാം, അത് ലീഗുകാരെ മാത്രം വോട്ട് കൊണ്ടല്ല, എല്ലാവരുടെയും വോട്ട് കൊണ്ടാണ്. ആ മനുഷ്യർ നൽകിയ ഒരു വോട്ടിന്റെ ഫലത്തിൽ ഞങ്ങൾ അധികാരത്തിൽ, ഒരു ഭരണത്തിൽ, ഒരു കട്ടമയിലിരിക്കുമ്പോൾ, ഒരു ചുമതലയിലിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ആ അനീതി ചെയ്തത് തീർക്കുവാൻ, ഇല്ലാതെയാക്കുവാൻ, നീതിയാക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാ. മറിച്ച് ദുരാരോപണം ഉന്നയിച്ച് ഒരു സമുദായത്തെ, വിശ്വാസത്തെ, ഒരു നാടിനെ, നാടിന്റെ സംസ്കാരത്തെ, നാടിന്റെ പാരമ്പര്യത്തെ മലീമസമാക്കുവാനുള്ള ഏതൊരു ശ്രമത്തെയും ചെറുത്തു തോൽപ്പിക്കുമെന്നുകൂടി ഈ മഹാസമ്മേളനം, ഈ ജനാവലി പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. നമുക്ക് സമയം വളരെ കുറവാണ്. ഒരുപാട് നേതാക്കൾ ഇവിടെ ആശംസാരിക്കാനുണ്ട്. നമുക്ക് സംസാരി പറഞ്ഞതിൻ്റെ ബാക്കി ചില കാര്യങ്ങളും കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഏത് അമ്പലത്തിൻ്റെ മുന്നിലാണ്, ഏത് പള്ളിയുടെ മുന്നിലാണ് ഫണ്ട് വെച്ചത് എന്ന് അത് ചെയ്ത വ്യക്തി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെ ആ കാര്യം പറയട്ടെ. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് സാഹിബിനെ ആദരവോടെ ക്ഷണിക്കുന്നു.